നമസ്കാരം. പ്രധാന വാർത്തകൾ. സംസ്ഥാനം വീണ്ടും കടമെടുക്കുന്നു. 1000 കോടി കടം, ക്ഷേമ പെൻഷൻ കുടിശ്ശിക തീർക്കൽ ഉൾപ്പെടെയുള്ളവയ്ക്ക് സംസ്ഥാനം വീണ്ടും കടമെടുക്കുന്നു. പൊതുവിപണിയിൽ നിന്ന് കടപ്പത്രം വഴിയാണ് 1000 കോടി രൂപ സമാഹരിക്കാൻ സർക്കാർ ഒരുങ്ങുന്നത്. ക്ഷേമ പെൻഷൻ കുടിശ്ശിക വിതരണം ഉൾപ്പെടെയുള്ള ആവശ്യങ്ങൾക്കാണ് വായ്പ. ഒരാഴ്ച മുമ്പ് സർക്കാർ 2000 കോടി കടമെടുത്തിരുന്നു. മെയ് മാസത്തെ ക്ഷേമ പെൻഷനൊപ്പം കഴിഞ്ഞ വർഷത്തെ ഒരു കുടിശ്ശിക കൂടി വിതരണം ചെയ്യുമെന്നാണ് ധനം വകുപ്പ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഈ ആവശ്യത്തിനാണ് കടമെടുക്കുന്നതെന്നാണ് റിപ്പോർട്ടുകൾ. തിരുവനന്തപുരത്ത് ഇടിമിന്നലേറ്റ് 20കാരന് ദാരുണാന്ത്യം. അപകടം വീട്ടിനുള്ളിലിരിക്കവേ. വർക്കല അയിരൂർ സ്വദേശി രാജേഷാണ് മരിച്ചത്. ഇന്ന് വൈകുന്നേരമായിരുന്നു അപകടം. മൃതദേഹം പാരിപ്പള്ളി മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി. കുടുംബാംഗങ്ങളുമൊത്ത് വീട്ടിനുള്ളിലിരിക്കുമ്പോഴാണ് അപകടമുണ്ടായത്. പിന്നാലെ കുടുംബാംഗങ്ങൾ പെട്ടെന്ന് തന്നെ പാരിപ്പള്ളി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും രക്ഷിക്കാൻ സാധിച്ചില്ല. അതേസമയം വൈകുന്നേരം മുതൽ തിരുവനന്തപുരം ജില്ലയിൽ ശക്തമായ ഇടിമിന്നലോട് കൂടിയ മഴ തുടരുകയാണ്. ആലപ്പുഴയിൽ ഡിവൈഎസ്പിയുടെ ഔദ്യോഗിക വാഹനം ഇടിച്ച് ഒരാൾ മരിച്ചു. ഇരവകാട് സ്വദേശി സിദ്ധാർത്ഥനാണ് മരിച്ചത്. 64 വയസ്സായിരുന്നു. റോഡ് മുറിച്ചു കടക്കുന്നതിനിടെ സിദ്ധാർത്ഥനെ വാഹനം ഇടിച്ചിടുകയായിരുന്നു. ആലപ്പുഴ കളർകോട് വെച്ചാണ് അപകടമുണ്ടായത്. ആലപ്പുഴ ഡിവൈഎസ്പിയുടെ ഡ്രൈവറാണ് വാഹനം ഓടിച്ചത്. ഔദ്യോഗിക വാഹനത്തിൽ തന്നെ പരിക്കേറ്റയാളെ ആശുപത്രിയിൽ എത്തിക്കുകയായിരുന്നു. പരിക്കേറ്റയാളെ ആലപ്പുഴ ജനറൽ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും രക്ഷിക്കാനായില്ല. കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രി അത്യാഹിത വിഭാഗത്തിൽ പുക പടർന്ന സംഭവം. രോഗികൾ ശ്വാസം കിട്ടാതെ മരിച്ചതായി വിവരം. സംഭവശേഷം 4 മൃതദേഹങ്ങൾ മോർച്ചറിയിലേക്ക് മാറ്റിയെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. എന്നാൽ മരണകാരണം വ്യക്തമല്ല എന്നാണ് അധികൃതർ പറയുന്നത്. നേരത്തെ അത്യാഹിത വിഭാഗത്തിൽ നിന്നും മാറ്റുന്നതിനിടെ രോഗി മരിച്ചതായി ടി സിദ്ദീഖ് MLA ആരോപിച്ചിരുന്നു. വെന്റിലേറ്ററിലായിരുന്ന വയനാട് കോട്ടപ്പടി സ്വദേശി നസീറയാണ് മരിച്ചത്. കാഷ്വാലിറ്റിക്ക് പുറത്തേക്ക് കൊണ്ടുപോകുമ്പോഴാണ് ഇവർ മരിച്ചതെന്ന് ബന്ധുക്കൾ അറിയിച്ചു. കൂടുതൽ കാര്യങ്ങൾ അധികൃതർ വ്യക്തമാക്കണം. മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ അടിയന്തരമായി കാഷ്വാലിറ്റി ഒരുക്കണമെന്നും MLA ആവശ്യപ്പെട്ടു. കോഴിക്കോട് മെഡിക്കൽ കോളേജിന്റെ അത്യാഹിത വിഭാഗത്തിൽ നിന്നാണ് പുക ഉയർന്നത്. പുക ഉയർന്ന ഉടനെ രോഗികളെ മറ്റാശുപത്രിയിലേക്ക് മാറ്റി. അത്യാഹിത വിഭാഗത്തിലേക്ക് രോഗികളെ കൊണ്ടുവരരുതെന്നും പോലീസ് അറിയിപ്പ് നൽകിയിട്ടുണ്ട്. നിലവിൽ അത്യാഹിത വിഭാഗത്തിലെ പ്രവർത്തനം പൂർണ്ണമായും നിലച്ചിരിക്കുകയാണ്. പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫിനും വിലക്ക്. ഔദ്യോഗിക യൂട്യൂബ് ചാനൽ ഇന്ത്യയിൽ നിരോധിച്ചു. പഹൽഗാം ഭീകരാക്രമണ പശ്ചാത്തലത്തിലാണ് നടപടി. ദേശീയ സുരക്ഷയുമായി ബന്ധപ്പെട്ട സർക്കാർ ഉത്തരവ് മൂലം ഈ ഉള്ളടക്കം നിലവിൽ ഈ രാജ്യത്ത് ലഭ്യമല്ല എന്ന കുറിപ്പ് മാത്രമാണ് പാക് പ്രധാനമന്ത്രിയുടെ ചാനൽ സന്ദർശിക്കുമ്പോൾ ലഭിക്കുന്നത്. പാകിസ്ഥാൻ ധനമന്ത്രി ഖവാജ ആസിഫിന്റെ ചാനലും പാക് സൈന്യത്തിന്റെ പ്രചാരണ വിഭാഗമായ ISPRന്റെ ചാനൽ എന്നിവ കഴിഞ്ഞ ദിവസങ്ങളിൽ ബ്ലോക്ക് ചെയ്തിരുന്നു. നിരവധി പാക് മാധ്യമ സ്ഥാപനങ്ങളുടെയും മാധ്യമപ്രവർത്തകരുടെയും യൂട്യൂബ് ചാനലുകളും ഇങ്ങനെ നീക്കം ചെയ്തിട്ടുണ്ട്.